കാണുന്ന എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങളുടെ പുതിയ ചാനൽ കുട്ടീസ് മണി പ്ലാന്റിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേട്ടന്മാരും. സത്യം പറഞ്ഞ ഈ ചാനൽ ഐഡിയ ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച. അപ്പോൾ ഇനി നമുക്ക് കുട്ടീസ് മണി പ്ലാന്റിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാലോ? ഇതൊരു കുക്കിംഗ് വീഡിയോ ആണേ. കുക്കിംഗ് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ കണ്ടന്റ് ആക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ക്ഷമയോടെ കാണുക, പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. കുട്ടീസ് മണി പ്ലാന്റ്. ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്കയും പപ്പായയും വെച്ചിട്ട് ഒരു കറിയാണ്. ഈ പപ്പായ കഷ്ണം ഇന്നലെ അമ്മ കറി ഉണ്ടാക്കാൻ എടുത്തതിൻ്റെ ബാക്കിയാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ കറിക്കുള്ളതൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂർക്ക 1/2 കിലോ ഉണ്ടായിരുന്നേ. പിന്നെ കൂർക്കയുടെ തൊലി കളയാൻ ഞങ്ങൾ അമ്മയെ സഹായിച്ചായിരുന്നു. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേഗം വയ്ക്കാം. അതിൻ്റെ കൂടെ 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഞങ്ങളിപ്പോഴും കല്ലുപ്പും പൊടിയുപ്പും കൂടെ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. എരിവൊക്കെ എല്ലാവർക്കും സ്വന്തം ഇഷ്ടത്തിന് ചേർക്കാതെ. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് വേഗം വയ്ക്കാം. എടുത്തു വച്ചിരിക്കുന്ന പൊടികളും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ വേഗം വയ്ക്കുകയാണേ. അത് 3 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യുക. ഇത് വേകുമ്പോഴേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1 മുറി തേങ്ങ, അതായത് 1 തേങ്ങയുടെ പകുതി, 1 ഉള്ള നല്ല ജീരകം, 1 ചെറിയ കഷ്ണം വെളുത്തുള്ളി. ഇത് ജാറിലിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ വന്നപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. ഇപ്പൊ ആവിയൊക്കെ പോയി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി അരപ്പിന്റെ പച്ചച്ചുവയൊക്കെ മാറുമ്പോഴത്തേക്കിനും സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടി 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, 2-3 ചെറിയ ഉള്ളി അരിഞ്ഞത്. ഇനി സ്റ്റവ് ഓണാക്കി പാൻ ചൂടായ ശേഷം ലേശം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കരുതേ, ആരോഗ്യത്തിന് നല്ലതല്ല, വിലയും കൂടുതലാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാൻ നേരം ഇട്ട് കൊടുക്കാം. ഉള്ളി കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് താളിച്ച് ഇട്ട ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കാവാത്ത ഗ്രേവിയാണ് നല്ലത്. അതോ ഇനി തിക്നെസ് കൂടിപ്പോയാൽ കുറച്ച് തിളച്ച വെള്ളം മാത്രം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. വീടിനുള്ളിൽ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് ഇടയ്ക്ക് വീഡിയോ എടുക്കാറ്. പരിമിതികൾ മനസ്സിലാക്കി എല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ ഫ്രം അക്ഷര.